നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ഈ പേപ്പേഴ്സിൽ അമ്മാവന്റെ സൈൻ വാങ്ങിക്കാൻ വന്നതാ. എന്ത് പേപ്പേഴ്സ്? നോക്കട്ടെ. ഇന്ന് തന്നെ സ്റ്റേറ്റിലെ എല്ലാ എഡ്യൂക്കേഷൻ ഓഫീസിലേക്കും അയക്കേണ്ട സർക്കുലറാണ്. അതങ്ങനെ അല്ല അപ്പു. രാജു എന്നെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഋതിക മാഡം എന്ന് വിളിക്കും. ഞാൻ അപ്പോഴൊക്കെ രാജുവിനെ വഴക്ക് പറയും. പക്ഷെ രാജു കേക്കണ്ടേ? അത് പിന്നെ വിളിച്ച് ശീലിച്ചത് അങ്ങനെയല്ലേ അപ്പു. ഞങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരെക്കുള്ളുപരി നല്ല ഫ്രണ്ട്സ് ആണെന്നേ ഹൃദയ മേഡത്തോട് ഞാൻ പറയായിരുന്നു. അതെ അതെ. ഓക്കെ ഓക്കെ, ജ്യൂസ് കുടിക്കും. രാജു എടാ, നീ എന്താ മൂർഖം പാമ്പ് പത്തി പിടിച്ച പോലെ ഇങ്ങനെ നിക്കുന്നേ? ഒന്ന് അടങ്ങ് ചെക്ക. അമ്മ പറഞ്ഞത് ഋതിക എവിടേക്ക് വരുന്നുണ്ടെന്നല്ലേ? അവളുടെ കൂടെ ആ രാജു എന്തിനാ വന്നിരിക്കുന്നത്? എനിക്ക് പഴയതുപോലെ അല്ല, അവനെ കാണുമ്പോ BP കൂടുക. അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. എടാ, നീ ഒന്ന് അടങ്ങ്. അമ്മയ്ക്കത് പറയാം. എല്ലാവരുടെ മുന്നിൽ വിവാഹ വേഷം കെട്ടി നാണം കെട്ടത് ഞാനല്ലേ? എന്റെ വേദന അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മനസ്സിലാവും ദീപക്കെ. അതുകൊണ്ടാ പ്രതാപനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഞാൻ ഋതികയും അവനെയും ഈ വീട്ടിൽ നിർത്താൻ ശ്രമിച്ചത്. ഋതികയുടെ ഒപ്പം ഇപ്പൊ നമ്മുടെ മുന്നിൽ രാജു ഉണ്ട്. അവരാരും അറിയാതെ നടത്തുന്ന ഭാര്യ ഭർത്താക്കന്മാരായുള്ള അഭിനയം എങ്ങനെ പൊളിച്ച് കൈ കൊടുക്കാമെന്ന് ആലോചിക്കുന്നേ. തൽക്കാലം രാജുവിനോടുള്ള വിദ്വേഷം മാറ്റിവെച്ച് സമാധാനമായി ആലോചിക്കേ. അപ്പൊ ഒരു വഴി തെളിയും. ആ ശരി അമ്മേ, അമ്മ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ആരാടാ? കൊറേ നേരമായാലും വിളിക്കുന്നു. നീ കോൾ എടുക്ക്. ഹലോ. എന്താ ദീപക് സാറേ കോൾ എടുക്കാൻ ഇത്ര താമസം? അത് ഞാൻ കുറച്ച് തിരക്കായിരുന്നു. അതല്ലെങ്കിലും അങ്ങനെയാ. ആവശ്യം പറഞ്ഞ് ക്യാഷ് അഡ്വാൻസ് വാങ്ങിയിട്ട് അത് ചെലവായി കഴിയുമ്പോ ചൂടിത്തിരി കുറയും. അയ്യോ, അതങ്ങനെയല്ല. ദീപക് സാർ ഡീല് വെച്ചിരിക്കുന്നതേ ഹരികുമാറിനോടാ. എന്ന് വെച്ചാ വെച്ച കാലം മുന്നോട്ട് തന്നെ നീങ്ങിയിരിക്കണം. പിന്നീട് മാറാൻ ദീപക് സാറിന് പറ്റില്ല. ഞാനതിന് സമ്മതിക്കില്ല. അംഗീകരിച്ച പുതിയ കോളേജുകളുടെ ലിസ്റ്റ് സർക്കുലർ പ്രതാപവർമ്മ ഒപ്പിട്ടിറക്കുമ്പോ അക്കൂട്ടത്തിൽ എന്റെ കോളേജിന്റെ പേര് കൂടി ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഈ അഡ്വാൻസ് വാങ്ങിയ കാശൊന്നും എനിക്കൊരു പ്രശ്നമല്ല. തീർത്ത് കളയും ഞാൻ. എന്താ മോനെ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല അമ്മേ, വല്ലാത്തൊരു തലവേദന. അമ്മയ്ക്ക് കോഫി എടുക്കൂ? ആ ശരി. ഷിറ്റ്, അയാൾ എന്നെ ലോക്ക് ചെയ്തു. ഇനി അമ്മാവന്റെ ഒപ്പ് അയാൾ പറഞ്ഞ പേപ്പേഴ്സിൽ ഇട്ടുകൊടുത്തില്ലെങ്കിൽ ഞാൻ പ്രശ്നത്തിലാവും. പക്ഷെ എങ്ങനെ അമ്മാവനെ കൊണ്ട് ഒപ്പിടിക്കും? അമ്മാവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇതിൽ ഒപ്പിടിക്കണം. രാജു, ദീപക് സാറേ, സാർ ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത് നിസ്സാരമായ കാര്യമല്ല. ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ PAയുടെ സ്ഥാനത്താ ദീപക് ഉള്ളത്. എന്നുവെച്ചാ ഏറ്റവും ശ്രദ്ധയോടെയും
കാര്യക്ഷമതയോടെയും ചെയ്യേണ്ട ഒരു ജോലി തന്നെയാണിത്. ഞാനിതൊരു ജോലിയായിട്ടല്ല സമയം പോക്കായാണ് കാണുന്നല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായെന്നതിൽ സന്തോഷം. ഇതൊക്കെ പറയാൻ നീ ആരാടാ? അറിയാലോ, ആരെങ്കിലും ഈ വീട്ടിലൊന്ന് നിനക്കെതിരെ ആഞ്ഞു തുമ്മിയാ നിന്റെ സ്ഥാനം ഈ വീടിന്റെ പുറത്താ. നീ നിന്റെ പണി നോക്കടാ പോയി. ദീപക് എന്താ അവിടെ? ഏയ് ഒന്നുമില്ല അമ്മാവ. അമ്മാവന്റെ പഴയ പിയെ എന്നൊന്ന് ഉപദേശിക്കായിരുന്നു. ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ. ആള് പറയുന്നത് എങ്ങനെയാ ഞാൻ കേൾക്കാതിരിക്കുന്നത്? നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തൊരു പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നേ? എന്താ നിന്റെ കയ്യില്? അത് ഞാൻ ഈ പേപ്പേഴ്സില് അമ്മാവന്റെ സൈൻ വാങ്ങിക്കാൻ വന്നതാ. എന്ത് പേപ്പേഴ്സ്? നോക്കട്ടെ. ഇന്ന് തന്നെ സ്റ്റേറ്റിലെ എല്ലാ എഡ്യൂക്കേഷൻ ഓഫീസിലേക്കും അയക്കേണ്ട സർക്കുലറാണ്. ഹലോ, ആ പറയടോ. അതെ ഞാൻ വീട്ടില. ഓക്കെ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ചെയ്താൽ മതി. ഏയ് അല്ല, മേഡം, ഋതിക മേഡം, ഋതിക മേഡം. ഋതു, അയ്യോ മോളെ, എന്താ പറ്റി? ചേച്ചി എന്താ പറ്റി? മേലെ നിന്ന് നിലവിളക്ക് കയ്യിൽ വന്ന് വീണതാ. പ്രതാപ, നിനക്കെന്തെങ്കിലും പറ്റിയോ? ഇല്ലേ ചേച്ചി, അവൾക്ക് എന്തെങ്കിലും പറ്റിയോ നോക്ക്. ഡോക്ടറെ വിളിക്കാം. വേണ്ട വർമ്മ സാറേ, ചെറിയൊരു ചതവേ ഉള്ളൂ. ഡോക്ടറെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഞാൻ നോക്കിക്കോളാം. ഋതിക മാഡം, ഒന്ന് ചൂട് പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. യാമിനി മാഡം, കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് വരും. ശരി രാജു. എന്താ യാമിനി? എന്താ എന്താ പറ്റിയേ? സെർവന്റെ കയ്യിൽ നിന്ന് വിളക്ക് താഴേക്ക് വീണു. ഏട്ടന്റെ ദേഹത്തേക്ക് വീഴേണ്ടതായിരുന്നു. ഋതുമോള് കൈകൊണ്ട് തട്ടിമാറ്റി. ഋതുമോള് കണ്ടില്ലായിരുന്നെങ്കിൽ വലിയൊരു അപകട തലനാരിഴയ്ക്ക് ഒഴിവായത്. പ്രതാപേട്ടൻ ഡോക്ടറെ വിളിക്കാന്ന് പറഞ്ഞതാ. രാജു പറഞ്ഞു വേണ്ട, ചൂട് പിടിക്കാന്ന്. ചൂട് പിടിച്ചാൽ മാറാവുന്നേ ഉള്ളൂ. പിന്നെ രാജുവിന് ഋതുവിനോടുള്ള സ്നേഹവും കരുതലും കാണേണ്ടതായിരുന്നു. മോള് വാ. സൂക്ഷിച്ചു പോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.